അവര് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മള് വില പറയണ്ട, അവരിങ്ങോട്ട് പറയും. ആ പറയുന്ന വിലക്ക് നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റും. ഇവിടുന്ന് 4 പോത്തിനെ വാങ്ങിച്ചോണ്ട് പോയി. ഈ 4 പോത്ത് ഈ പള്ളിപ്പെരുന്നാളായപ്പോഴേ ഞാൻ കൊടുത്തല്ലേ? കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഓർമ്മ വന്നു. ചേട്ടൻ 4 പോത്ത് നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിയതായി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പെരുന്നാളിന് കൊടുത്തു. എങ്ങോട്ടായിരുന്നു? എത്ര വില കിട്ടി അതറിയണ്ടേ? എല്ലാം ഒരേ സൈസ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നിന് മേളില് 2-2.5 വരെ കിട്ടിയ പോത്തുകൾ പല ഇതിനായിരുന്നല്ലേ? ഓക്കെ, പല ഇതിലായിരുന്നു വന്നിരുന്നത്. പല കഴിഞ്ഞ വർഷം നിങ്ങൾ പല തൂക്കത്തിൽ എടുത്തോണ്ട് പോയതല്ലേ? അതെ. ഓക്കെ. പാലോട് നിന്ന് വന്ന ഒരാൾ വന്നിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ വില തന്നിട്ട്. പള്ളിക്കാരായിരുന്നു? ഓ ശരി. പള്ളിയിലെ നേർച്ചയ്ക്ക്. ഓ ശരി. പള്ളിയിലെ നേർച്ചയ്ക്കാണ് അവരാണ് അപ്പൊ 2 രൂപയ്ക്ക് കൊണ്ടുപോയത്? അതെ. ഓക്കെ. അപ്പൊ പള്ളിയിലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വില കിട്ടും നമുക്കല്ലേ? നല്ല വില കിട്ടും. അത് അത്രയും നാളെ നമ്മൾ നിർത്തണം. അതാണ് നമുക്ക് ക്ഷമയോട് നിർത്തി നല്ല രീതിയിൽ നോക്കി. അല്ല, ഇന്നിപ്പോ നിൽക്കുന്നതെല്ലാം അടിപൊളിയാണ്. ഇല്ല നോക്കുന്നത് ഞാൻ അതിന്റെ വളർച്ചയും അതിന്റെ കാൽപ്പൊക്കവും അതിന്റെ ഇവിടുത്തെ ഈ വീതിയും ഇതെല്ലാം നോക്കിയാണ് ഞാൻ എടുക്കുന്നത്. തൂക്കം നമുക്ക് പ്രശ്നമല്ല. നല്ല കുട്ടിയാണല്ലേ? നല്ല കുട്ടിയാണ് ആവശ്യം. നമ്മളിപ്പോ ഒരാള് ഇതിനെ വളർത്താൻ വേണ്ടി വാങ്ങിക്കുമ്പോഴത്തേക്ക് ആ രീതിയിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓ ശരി. അപ്പൊ എന്തായാലും നല്ല 4 കുട്ടികളെ നമ്മുടെ ചേട്ടൻ സ്ഥലം എവിടെയായിരുന്നു? എന്റെ ഇവിടെ തന്നെ, അടുത്ത ഫാമിന്റെ അടുത്ത് തന്നെ. ഫാമിന്റെ അടുത്ത്. അപ്പൊ സൗകര്യമല്ലേ അങ്ങോട്ട്? എനിക്ക് ഇതുവഴി അവത്തോണ്ടങ്ങ് പോയാൽ മതി. കഴിച്ചോണ്ട് പോയച്ചോ അതില്.